അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള ഒരു സാൻഡ് നമുക്ക് കിട്ടുക. സൂപ്പർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ അതിലൊക്കെ കാണുന്ന പോലെ നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടാവില്ല, ഒഴുകി പോയില്ല, അങ്ങനത്തെ ഒരു സാൻഡ് നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള കൈനറ്റിക് സാൻഡ് എന്നത്. അപ്പോൾ എല്ലാവരും ഹൈലി ട്രൈ ചെയ്തോളൂ. ഒരു സക്സസ്ഫുൾ ഹാക്കാണ്. 10 മാർക്ക് കൊടുക്കാം നമുക്ക്. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതൊക്കെ എന്ത്? ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വൈറൽ കൈനറ്റിക്സ് ആൻഡ് ഹാക്സ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഈ കൈനറ്റിക്സ് ആൻഡ് എങ്ങനെ ഉണ്ടാക്കുക അതിന്റെ വീഡിയോസ് ചെയ്യാൻ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫൈനലി നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ കുറച്ച് 100% സക്സസ്ഫുൾ എന്ന് കാണിക്കുന്ന കുറച്ച് വീഡിയോസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. അപ്പൊ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അതനുസരിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ പിന്നെ അധികം സമയങ്ങളുടെ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മള് കൈനറ്റിക് സാൻഡ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇപ്പോഴൊക്കെ മണലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പണികൾക്കായിട്ടും സാൻഡ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ പാറപ്പൊടിയൊക്കെയാണ്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ കൈനറ്റിക് സാൻഡ് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. കറക്റ്റ് സാൻഡ് ആണെങ്കിൽ തന്നെയാണ് ശരിയാവുള്ളൂ. അപ്പൊ സാൻഡിന് ഒരു ആൾട്ടർനേറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഉപ്പാണ്. ഉപ്പിന്റെ കൂടെ നമ്മൾ കളർ ചേർക്കാണ്. കൂടെ നമ്മൾ നമ്മുടെ ടൂത്ത് പേസ്റ്റും കൂടി മിക്സ് ചെയ്യാണ്. കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത്. അപ്പൊ ഒരു അടിപൊളി സാൻഡ് കിട്ടുന്നതാണ് നമ്മൾ ഇവര് പറയണത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ സാൻഡ് ഇല്ലാത്ത കൈനറ്റിക് സാൻഡ്. അപ്പൊ നമ്മൾ ഉപ്പ് വെച്ചിട്ട്, അപ്പൊ ഞാനിത് ഇന്നലെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് എടുത്തു വെക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഡ്രൈ ആയി പോവും. അപ്പൊ നിങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി. ഇതൊക്കെ എല്ലാവർക്കും ഒരു പാടായിരിക്കട്ടെ. അപ്പൊ കണ്ട അപ്പൊ ഉണ്ടാക്കിയപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇതിലിപ്പോ ഈ പണ്ടത്തെ പോലെ കിട്ടണമെന്ന് വെച്ചാൽ ഒരു ലേശം കോൾഗേറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ കൈനറ്റിക് സാൻഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ആ മൗൾഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും, ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കൈനറ്റിക് സാൻഡ് തന്നെ എങ്ങനെ ഒഴുകി ഇങ്ങനെ പോവില്ലേ, ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ ഒരു ടെക്സ്ചറിൽ ടെക്സ്ചറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഏകദേശം കൈനറ്റിക് സാൻഡിന്റെ ഒരു അമ്മമ്മയുടെ കുഞ്ഞമ്മയുടെ ഒരു കൊച്ചുമോനായിട്ട് വരും. ആ ഒരു ബന്ധം ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഈ ഒരു ഹാക്ക് നിങ്ങളിപ്പോ മണലൊന്നും ഇല്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ കുട്ടികൾക്ക് പുറത്തുനിന്ന് കെമിക്കൽ ഇട്ടത് മേടിച്ചു കൊടുക്കണേക്കാളും നല്ലതാണ് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അവര് വീട്ടിൽ ഉപ്പായ കാരണം പിന്നെ കയ്യിലും കാലിലൊന്നും കേടില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് കളിച്ചോളും. അപ്പൊ ഈ ഹാക്കിന് നമുക്കൊരു 10-ൽ 6 മാർക്കോ അല്ലെങ്കിൽ ഒരു 7 മാർക്കോ കൊടുക്കും. ഒരു 7 മാർക്ക് കൊടുക്കാം നമുക്ക്. കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പുറത്തെടുക്കാൻ പറ്റിയൊരു ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുള്ളൂ. നമ്മൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് വേറെ പറയാനുള്ളത്, കോൾഗേറ്റ് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ കോൾഗേറ്റ് ചേർക്കും തോറുമാണ് അത് ആ ഒരു എന്താ പറയാ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടാം. അപ്പൊ കുഴപ്പമില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ സാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൈനറ്റിക് സാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പൊ സാൻഡ് എടുക്കണോ, ഇപ്പൊ 1 കപ്പ് സാൻഡ് എടുക്കണോ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കോൺസ്റ്റാർച്ചും സെയിം ആണ് ഞാൻ വിചാരിക്കണം, അറിയില്ല ഇനിയിപ്പോ എങ്ങനെയാവുന്ന. പിന്നെ അതിന് ശേഷം നമ്മൾ കളർ ചേർക്കാണ്. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ, ഡിഷ് ലിക്വിഡ്, നമ്മുടെ വിമ്മിന്റെ ഒക്കെ നമ്മൾ കാണും ബബിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാണ്. അതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണോളൊക്കെ. നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് കറക്റ്റ് ഒരു കൈനറ്റിക് സാൻഡ് കിട്ടണതെന്നാണ് ഇവര് പറയണത്, ഇവര് കാണിക്കണതും. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള കൈനറ്റിക് സാൻഡ്. ഇതിനും സംഭവിച്ചത് അത് തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വന്നു. ഇപ്പൊ നോക്കിയാൽ ഇത് സാധാരണ മണല് പോലെയായി. അപ്പൊ ഇത് ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അപ്പൊ തന്നെ ഇത് എടുത്തു വെക്കുക, പുറത്ത് അധികം നേരം വെക്കാണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നോ. പിന്നെ മണല് എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് ഇപ്പോഴൊന്നും മണല് തീരെ കിട്ടാനില്ല. ഇത് എന്റെ അമ്മ എനിക്ക് മണല് എന്താ പറയാ, ഇവിടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന മണലൊക്കെ ഉപയോഗിച്ചിരുന്നില്ല, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുക്കണ്ടാവല്ലോ. അപ്പൊ ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ മണലെടുത്തിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ അത് ചൂടാക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് അത് അരിച്ചിട്ട് എടുത്ത മണലാണ്. അപ്പൊ വളരെ കഷ്ടപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മണല് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം മണലല്ലാണ്ട് നമ്മൾ പൂഴി വെച്ചിട്ട് ചെയ്ത് നോക്കി, മുറ്റത്തെ മണ്ണ് വെച്ചിട്ട്, അപ്പൊ അങ്ങനെ കട്ടായി പോവുക ചെയ്തത്. പക്ഷെ മണല് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ആ ഉണ്ടാക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുഴപ്പമില്ല, മൗൾഡൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും എന്താ പറയാ, കറക്റ്റ് ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ ഒഴുകി വീണ് ഇല്ല. അപ്പോൾ ഈ ഒരു ഹാക്കിന് നമുക്ക് ഒരു 7-8 മാർക്ക് കൊടുക്കാം. നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാക്കാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് അത്യാവശ്യം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റ് ആ ഒരു ഒഴുക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക്. അപ്പൊ എന്താ പറയാനുള്ള, പിന്നെ ഒരു 7-8 മാർക്ക് നമ്മൾ കൊടുക്കണ്ടല്ലോ. പിന്നെന്താ ഇതിന്റെ ബന്ധം പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മമ്മയുടെ കുഞ്ഞമ്മയുടെ മോനായിട്ട് വരും. കാരണം കുറച്ച് അടുത്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മൾ കൈനറ്റിക് സാൻഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്ലൈം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം സ്ലൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ലേശായിട്ട് നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് അത് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഏരിയലിന്റെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കണം. ഏരിയലിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലിക്വിഡ് ആയിട്ട് കിട്ടുമല്ലോ, അത് കൊടുക്കാം. അല്ലെങ്കിൽ ഏരിയയിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ആക്ടിവേറ്റർ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ സ്ലൈം കിട്ടാണ്. ആ സ്ലൈമിലേക്ക് നമ്മളിങ്ങനെ മണല് കുറച്ചീശെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഒരു കൈനറ്റിക് സാൻഡാണ് നമുക്ക് കിട്ടണത്. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവും നമുക്ക്. എന്നിട്ട് ഇതാണ് നമ്മുടെ സ്ലൈം ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയ കൈനറ്റിക് സാൻഡ്. അപ്പൊ എന്താ പറയാ, നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഇത് കറക്റ്റ് നമ്മള് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വീഡിയോയിൽ നിങ്ങൾ തൃപ്തിപ്പെടേണ്ടതാണ്. ഇത് സക്സസ്ഫുൾ ഹാക്കാണിത്. നമുക്കൊരു 10ൽ ഒരു 10 മാർക്ക് നമുക്ക് കൊടുക്കാം. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ഹോം മെയ്ഡ് കൈനറ്റിക് സാൻഡ് എന്നുള്ള ഒരു രീതിയിൽ സക്സസ്ഫുൾ ആണ്. 100% സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പണി കിട്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫെവിക്കോളിലേക്ക് നമ്മൾ എന്താ പറയാ കളറും ഇത്തിരി വെള്ളവും പിന്നെ അതിന് ശേഷം നമ്മുടെ ഏരിയയിലും ചേർത്ത് കൊടുക്കുമ്പോൾ അവര് കറക്റ്റ് സ്ലൈം കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യത്തെ വട്ടം ചെയ്തപ്പോൾ നമുക്ക് സ്ലൈം കിട്ടിയില്ല. ഒരു തരം എന്താ പറയാ ഒരു കട്ട പോലെ ഒരു സംഭവം കിട്ടുള്ളൂ. അത് സ്ലൈമായിട്ട് വന്നില്ല.
അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും ചെയ്ത് നോക്കി, അപ്പോഴും കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ബൊറാക്സ് സൊല്യൂഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതൊരു ലേശം ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഏരിയൽ സൊല്യൂഷൻ ഉണ്ടായിരുന്ന കാരണം അത് പെട്ടെന്ന് റബ്ബർ പോലത്തെ ഒരു സ്ട്രക്ചറാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും ഏരിയൽ സൊല്യൂഷൻ ഒഴിക്കാണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ ഇത്തിരി ബൊറാക്സ് ഒഴിച്ചു കൊടുത്തു. അപ്പൊ കറക്റ്റ് ഒരു വിധം സ്ലൈമായിട്ട് നമുക്ക് വന്നു. ആ സ്ലൈമിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്, കുറച്ച് ആഡ് ചെയ്തിട്ട്. അപ്പൊ സൂപ്പർ ആയിട്ടുള്ള ഒരു സാൻഡ് നമുക്ക് കിട്ടില്ല. സൂപ്പർ എന്ന് പറഞ്ഞെങ്കിൽ കറക്റ്റ് നമ്മൾ അതിലൊക്കെ കാണുന്ന പോലെ, നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെ ഇങ്ങനെ ഒഴുകി പോയില്ല, അങ്ങനത്തെ ഒരു സാൻഡ് നമുക്ക് കിട്ടി. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള കൈനറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ധൈര്യം ട്രൈ ചെയ്തോളൂ. ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ്. 10ൽ 10 മാർക്ക് കൊടുക്കാം നമുക്ക്. നിങ്ങൾ വീട്ടിൽ അത് ചെയ്തോളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ബൊറാക്സ് വേണം കേട്ടോ. അപ്പൊ നമ്മൾ പറയും പുട്ടുണ്ടാക്കാൻ പുട്ടുപൊടി വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലൈം ഉണ്ടാക്കാൻ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ബൊറാക്സ് വേണ്ടി വരുന്നതാണ്. എനിക്ക് ഇത്ര കാലം നമ്മൾ ചെയ്തിട്ടുള്ള സ്ലൈമിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ അവര് എന്താ പറയാ സ്ലൈം അറ്റ് ഹോം എന്നെല്ലാവരും തമ്മയിൽ കൊടുക്കും. അതിനുശേഷം നമ്മൾ വീഡിയോ തുറന്നു നോക്കുമ്പോഴാണ് കാണുന്നത് അവര് അവസാനം എനിക്ക് ഇത്തിരി ആക്ടിവേറ്റർ ആഡ് ചെയ്യും. ആക്ടിവേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബൊറാക്സ് ആണ്. അപ്പൊ ബൊറാക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് സ്ലൈം നമുക്ക് കിട്ടുന്നതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ കൈനറ്റിക് സാൻഡ് ഇനി ഉണ്ടാക്കാൻ അറിയാത്തവരും മേടിച്ചിട്ട് കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ട. നമുക്ക് ഈ ഒരു മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. സൂപ്പർ ആയിട്ടുള്ള, അധികം കെമിക്കൽസ് ഇല്ലാത്ത, ഹാർംഫുൾ അല്ലാത്ത, നല്ല ഹെൽത്തി ആയിട്ടുള്ള കൈനറ്റിക് സാൻഡ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ എന്താ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്കും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ പറയാനുള്ള നിങ്ങളുടെ സജഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കാൻ മറക്കരുത്. അടിപൊളി കമന്റ്സ് നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ നമുക്കിത് കമന്റ് സെക്ഷനാണുള്ളത്. അപ്പൊ ഇതിന് ശേഷം നമ്മൾ അടിപൊളി നമ്മുടെ കമന്റ്സ് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കമന്റ് സെക്ഷനിലേക്ക് പോവാം. രാജി പ്രകാശ് പറയുന്നത്, ഹായ് ചേച്ചി എനിക്ക് വളരെ ഇഷ്ടമാണ്, കുഞ്ഞുകുട്ടികളെ പോലെയുണ്ട് ചേച്ചി, ഇന്നത്തെ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ്. താങ്ക്സ് ഡിയർ. സൈനാസ് ക്രാഫ്റ്റ് വേൾഡ് പറയുന്നത്, പ്രേതത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയതാണ്. മിഷൻ സക്സസ്. ആന്റി നാളെ എന്റെ പേര് പറയൂ, നെയിം ദിയ അല്ലെങ്കിൽ പൊന്നു. ചേച്ചിക്ക് എന്നെ പൊന്നു എന്ന് വിളിക്കാം. ഹായ് പൊന്നു. ജിയ അന്ന മാത്യു ലൈവ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് കറിയാണ്. ലൈവ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. അവർക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കമന്റ്സ് വായിച്ച എല്ലാവരും സന്തോഷമായി വിചാരിക്കണം. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് നമ്മൾ വൈകാതെ തന്നെ വായിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അയക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഒരുപാട് പേര് അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം അവരുടെ അടുത്ത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം, ഷെയർ ചെയ്തതിന് ശേഷം അവർ കമന്റ് ചെയ്യുമ്പോൾ അവർ കമന്റ്സിൽ എന്താ പറയാ മൈ ഫ്രണ്ട്, ആ കുട്ടിയുടെ പേരും കൂടിയും വെക്കാം, മൈ ഫ്രണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ആ കമന്റ്സ് ഞാൻ പ്രത്യേകം വായിക്കണതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷനിൽ നമ്മുടെ ചാനൽ പ്രൊമോഷൻ കണ്ടിട്ട് ഒരുപാട് പേര് ഓരോ ചാനൽസിലേക്കും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ടീം നടന എന്ന് പറഞ്ഞുള്ള ഒരു ചാനലിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവര് നമുക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ചാനലിലേക്ക് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ ചാനലിൽ നിന്ന് വന്നവരാന്ന് പറഞ്ഞിട്ട് അവർക്ക് കമന്റ്സിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയുള്ള എന്താ പറയാ സംഭവങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാം. നമ്മുടെ ഇൻസ്റ്റയിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മളത് കാണിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇനി അധികം സമയം കളയണ്ട. ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.